നമസ്കാരം. പുതിയ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സുമായി ഞാൻ അജു വാരിക്കാട്. പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ട അമേരിക്കൻ കേന്ദ്രീകൃത ലോകക്രമം മാറുകയാണ്. ട്രംപിന്റെ അമേരിക്കയുടെ ഏകപക്ഷീയ നിലപാടുകൾ സഖ്യകക്ഷികളെ പോലും മാറ്റി ചിന്തിപ്പിക്കുന്നു. ലോകം ഇപ്പോൾ ഒരു മൾട്ടിലാറ്ററൽ ഡിപ്ലോമസിയിലേക്ക് നീങ്ങുകയാണ്. കാനഡയെ വെറുമൊരു 51ാമത്തെ സ്റ്റേറ്റായി കാണുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മനോഭാവവും 50% താരിഫ് ഭീഷണിയും വലിയ വിള്ളലുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ കാനഡ ചൈനയുമായി അടുക്കുന്നത് വാഷിംഗ്ടണ് ഇപ്പോൾ വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. അമേരിക്കൻ നിയന്ത്രണങ്ങൾക്കിടയിൽ കാനഡയുടെ EV വിപണി ചൈനീസ് കമ്പനികൾ കീഴടക്കുകയാണ്. സീഫുഡ് മേഖലയിലും ചൈനയുമായി പുതിയ കരാറുകൾ ഉണ്ടാക്കി അമേരിക്കയോടുള്ള ആശ്രയത്വം കുറയ്ക്കാനാണ് കാനഡയുടെ ശ്രമം. അമേരിക്കൻ നയങ്ങളിലെ അസ്ഥിരത യൂറോപ്പിനെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കുന്നു. 114 റഫേൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത് ഇന്ത്യക്ക് വെറുമൊരു കച്ചവടം മാത്രമല്ല. അതിൻ്റെ സോഴ്സ് കോഡ് കൂടി സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ പുതിയ കുതിപ്പായിട്ടാണ് ആളുകൾ കാണുന്നത്. പ്രതിരോധ മേഖലയിൽ വിദേശ നിക്ഷേപം നേരിട്ട് സ്വീകരിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം യൂറോപ്യൻ നിക്ഷേപകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഒപ്പം ജപ്പാനുമായി ചേർന്ന് AI റെയർ എലമെന്റ്സ് മേഖലയിൽ ഇന്ത്യ നടത്തുന്ന മുന്നേറ്റം വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ അയൽപക്കത്ത് പാകിസ്ഥാൻ ഇതേ സമയം കനത്ത തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ പോലും കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിച്ചു കഴിഞ്ഞു. അഫ്ഗാൻ വ്യാപാരപാത അടഞ്ഞതോടെ പാകിസ്ഥാൻ സാമ്പത്തിക തകർച്ചയിലാണ്. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ അഫ്ഗാനിസ്ഥാൻ വഴി ചൈനയിലേക്കും യൂറോപ്പിലേക്കും നീളുന്ന പുതിയ റെയിൽവേ പാത വരികയാണ്. ചബഹാർ തുറമുഖത്തെ ഇന്ത്യയുടെ നിക്ഷേപം സുരക്ഷിതമാണെന്ന് ഉറപ്പായതോടെ മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം ഇരട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്ക ഫസ്റ്റ് അമേരിക്കയ്ക്കെന്ന പോലെ കാനഡ ഫസ്റ്റ് കാനഡയ്ക്കും ചൈന ഫസ്റ്റ് ചൈനയ്ക്കും ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യക്കും ഇതുപോലെയുള്ള നയങ്ങൾ ലോകക്രമത്തെ കൂടുതൽ സന്തുലിതം ആക്കുന്നു. താങ്ക് യു.